ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇംഗ്ലീഷ് പെഡഗോഗിയുടെ പ്രധാനപ്പെട്ട വസ്തുതകൾ ചോദ്യരൂപത്തിൽ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫാക്റ്റിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ദ 5 ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് സജസ്റ്റഡ് ബൈ. അപ്പോൾ ലാംഗ്വേജിൻ്റെ ഒരു കൺസെപ്റ്റിനനുസരിച്ചുള്ളതാണ് 5 ഫങ്ഷൻസ്. അപ്പോൾ ലാംഗ്വേജിൻ്റെ ഈ 5 ഫങ്ഷൻസ് സജസ്റ്റ് ചെയ്തത് ആരാണെന്നുള്ളത് അത് ജോഫ്രി ലീച്ച് എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക, 5 ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് സജസ്റ്റഡ് ബൈ ജോഫ്രി ലീച്ച്. ഇനി ഇദ്ദേഹത്തിൻ്റെ 5 ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിനകത്ത് ഏതൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കാം. വിച്ച് ആർ ദ 5 ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് സജസ്റ്റഡ് ബൈ ജോഫ്രി ലീച്ച്. അപ്പോൾ 1974 ഇദ്ദേഹം 5 ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് സജസ്റ്റ് ചെയ്തത്. അതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് ഈ 5 ഫങ്ഷൻസ് എന്ന് പറയുന്നത്? അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഫോർമേഷണൽ ഫങ്ഷൻ, സെക്കൻഡ് വൺ എക്സ്പ്രസീവ് ഫങ്ഷൻ, തേർഡ് വൺ ഡയറക്റ്റീവ് ഫങ്ഷൻ, ഫോർത്ത് വൺ എസ്തെറ്റിക് ഫങ്ഷൻ, ഫിഫ്ത്ത് വൺ ഫാറ്റിക് ഫങ്ഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞത് വിച്ച് ആർ ദ 5 ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് സജസ്റ്റഡ് ബൈ ജോഫ്രി ലീച്ച്. അപ്പോൾ ആ 5 ഫങ്ഷൻസ് ആണ് നമ്മൾ നോക്കിയത്. ഇൻഫോർമേഷണൽ ഫങ്ഷൻ, എക്സ്പ്രസീവ് ഫങ്ഷൻ, ഡയറക്റ്റീവ് ഫങ്ഷൻ, എസ്തെറ്റിക് ഫങ്ഷൻ, ഫാറ്റിക് ഫങ്ഷൻ. അപ്പോൾ ഈ 5 ഫങ്ഷൻസ്, ഈ 5 പേരുകൾ, ടൈറ്റിലുകൾ നമ്മൾ മസ്റ്റായിട്ട് ഓർത്തിരിക്കണം. ഇൻഫോർമേഷണൽ ഫങ്ഷൻ, എക്സ്പ്രസീവ് ഫങ്ഷൻ, ഡയറക്റ്റീവ് ഫങ്ഷൻ, എസ്തെറ്റിക് ഫങ്ഷൻ, ഫാറ്റിക് ഫങ്ഷൻ. അപ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് ഏതാണ് ഉൾപ്പെടുന്നത് ഉൾപ്പെടാത്തതെന്നൊക്കെ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ആ ഒരു രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്താണ്, ഈ 5 ഫങ്ഷൻസ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൂടി നമുക്കൊന്ന് നോക്കി പോകാം. ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇൻഫോർമേഷണൽ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ അത് ഇൻഫോർമേഷണൽ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ നമുക്കൊരു നോളജ്, പുതിയ അറിവൊക്കെ നമുക്കതിലൂടെ ലഭിക്കുന്നു. ഇപ്പോൾ ലാംഗ്വേജിലൂടെ നമുക്ക് പുതിയ പുതിയ അറിവൊക്കെ ലഭിക്കുന്നത് ലാംഗ്വേജിൻ്റെ ഏത് ഫംഗ്ഷനാണ്? ഇൻഫോർമേഷണൽ ഫംഗ്ഷനാണ്. ഇനി രണ്ടാമത്തേത് എക്സ്പ്രസീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ ഇമോഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാഷ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അവിടെ നമ്മൾ ഒരു അറിവല്ല കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഇമോഷൻസ്, നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ വിചാരങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലാംഗ്വേജ് ഉപയോഗിക്കുന്നു. അതൊക്കെ ഏത് കാറ്റഗറി വരുന്നു? എക്സ്പ്രസീവ് ഫംഗ്ഷനിലാണ് വരുന്നത്. അപ്പോൾ ലാംഗ്വേജിൻ്റെ എക്സ്പ്രസീവ് ഫംഗ്ഷനിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി മൂന്നാമത്തേത് ഡയറക്റ്റീവ് ഫംഗ്ഷനാണ്. ഡയറക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാംഗ്വേജ് ചില സമയത്ത് എന്തെങ്കിലും മറ്റുള്ളവർക്ക് കമാൻഡുകൾ കൊടുക്കാനോ എന്തെങ്കിലും റിക്വസ്റ്റുകളൊക്കെ കൊടുക്കാനോ അങ്ങനെയൊക്കെ നമ്മൾ സജഷൻസ് കൊടുക്കാനായിട്ടൊക്കെ ലാംഗ്വേജ് യൂസ് ചെയ്യാറുണ്ട്. അവിടെയൊക്കെ നമ്മളൊരു അറിവല്ല കൊടുക്കുന്നത്, നമ്മൾ ഒരു ഡയറക്ഷൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ കമാൻഡ്, റിക്വസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇനി നമ്മൾ നാലാമത്തേതായിട്ട് പറയുന്നത് എസ്തെറ്റിക് ഫംഗ്ഷനാണ്. അപ്പോൾ എസ്തെറ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ കുറച്ച് സൗന്ദര്യാത്മകമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലേ. അപ്പോൾ നമ്മളൊരു മെസ്സേജ് ഒരാളുടെ അടുത്തേക്ക് പറയുന്നു. അപ്പോൾ അത് ഏത് രീതിയിലാണ് നമ്മൾ പറയുന്നത്, നമ്മളത് അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു ശൈലിയും രീതിയും ഭംഗിയൊക്കെ കാണുമല്ലോ. അത്തരത്തിൽ ഭാഷ ഉപയോഗിക്കുന്നതിനാണ് എസ്തെറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഫാറ്റിക് ഫംഗ്ഷനാണ്. അത് മെയിനായിട്ട് നമ്മൾ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, നമ്മളിപ്പം 2 വ്യക്തികളായിട്ട്, 2 or 3 വ്യക്തികളൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ സംസാരിക്കുമല്ലോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അവിടെ നമ്മൾ ഇൻഫർമേഷൻസും അതുപോലെ നമ്മുടെ ഫീലിങ്സും ആറ്റിറ്റ്യൂഡും എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ, കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടും ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ 5 ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഏറ്റവും പ്രധാനമായിട്ട് ആ 5 എണ്ണം ഏതാണെന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കിയത് ദ 5 ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് സജസ്റ്റഡ് ബൈ. ഈ ഒരു കൺസെപ്റ്റ് സജസ്റ്റ് ചെയ്ത ആളിൻ്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കണം, ജോഫ്രി ലീച്ച് ആണ്. ഇനി അദ്ദേഹം പറഞ്ഞ ഈ 5 കാര്യങ്ങൾ, 5 ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ദ 5 വിച്ച് ആർ ദ 5 ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് സജസ്റ്റഡ് ബൈ ജോഫ്രി ലീച്ച്. അത് ഇൻഫോർമേഷണൽ ഫംഗ്ഷനാണ്, എക്സ്പ്രസീവ് ഫംഗ്ഷൻ, ദെൻ തേർഡ് വൺ ഡയറക്റ്റീവ് ഫംഗ്ഷൻ, എസ്തെറ്റിക് ഫംഗ്ഷൻ, ലാസ്റ്റ് വൺ ഫാറ്റിക് ഫംഗ്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. Which are the 2 main principles of language acquisition developed by Vygotsky? അപ്പോൾ ലാംഗ്വേജ് ലേണിങ്ങും അക്വസിഷനും ഒക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു തീമിനെ ബേസ് ചെയ്തുകൊണ്ട് വൈഗോട്സ്കി ഡെവലപ്പ് ചെയ്ത 2 പ്രിൻസിപ്പിൾസ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. വിച്ച് ആർ ദ 2 മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ ഡെവലപ്പ് ബൈ വൈഗോട്സ്കി. അപ്പോൾ ഏതൊക്കെയാണ്? മോർ നോളജിബിൾ അതർ, അതായത് കൂടുതൽ അറിവുള്ള മറ്റൊരാൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആരുടേതാണ്? അത് വൈഗോട്സ്കിയുടേതാണ്. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരു പഠിതാവിന് അവൻ്റെ ടാലൻറ്റ് കൊണ്ട് എത്തിച്ചേരാൻ കഴിയുന്നതും മറ്റൊരാളുടെ ഹെൽപ്പോട് കൂടി എത്തിച്ചേരാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു ലെവലുണ്ട്. അപ്പോൾ ഈ 2 ലെവലിനിടയിൽ വരുന്നതാണ്
ഇസഡ് പി ഡി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു സാൻഡ്വിച്ച് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ട് എന്താ പറയുക ബ്രെഡിൻ്റെ ഇടയിൽ കുറച്ച് സ്പേസ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഇടയിലുള്ള ആ ഒരു സ്പേസിനെയാണ് എന്ത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സിമ്പിളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓൾറെഡി സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് കൺസെപ്റ്റ് ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ദെൻ വിച്ച് ആർ ദ 2 മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് ലാംഗ്വേജ് അക്വസിഷൻ ഡെവലപ്ഡ് ബൈ വൈഗോട്സ്കി. അപ്പോൾ ഏതാണ് ആ 2 പ്രിൻസിപ്പിൾസ് എന്ന് ഓർത്തിരിക്കുക. മോർ നോളജബിൾ അതർ, ആ ഒരു കൺസെപ്റ്റ് ആരുടേതാണ്? വൈഗോട്സ്കിയുടേതാണ്. അതുപോലെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് അതും ആരുടേതാണ്? വൈഗോട്സ്കിയുടേതാണ്. ഇനി ഈ ഒരു പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്രോക്കൽ തിയറിയുമായിട്ട് ഇതിന് കണക്ഷൻ ഉണ്ട്. അപ്പം വൈഗോട്സ്കിയുടെ തിയറി അനുസരിച്ചാണ് റെസിപ്രോക്കൽ ടീച്ചിങ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ഇതിനൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ റെസിപ്രോക്കൽ ടീച്ചിങ് ആയിട്ട് ബന്ധപ്പെട്ടത് ആരുടെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അത് വൈഗോട്സ്കിയുടേതാണ്. അപ്പോൾ ഈ പ്രിൻസിപ്പിളും ആരുടേതാണ്? ലാംഗ്വേജ് അക്വസിഷൻ, ഈ 2 പ്രിൻസിപ്പിൾസും അതും വൈഗോട്സ്കിയുടേതാണ്. മോർ നോളജബിൾ അതർ, അതുപോലെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. നമുക്ക് അടുത്തയിലേക്ക് പോവാം. വിച്ച് ആർ ദ കീ സ്കിൽസ് ഓഫ് റെസിപ്രോക്കൽ ടീച്ചിങ്. നമ്മൾ പറഞ്ഞു വൈഗോട്സ്കിയുടെ തിയറിയെ ബേസ് ചെയ്തുകൊണ്ടാണ് റെസിപ്രോക്കൽ ടീച്ചിങ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റെസിപ്രോക്കൽ ടീച്ചിങ്ങിൻ്റെ കീ സ്കിൽസ് എന്തൊക്കെയാണ്? ഇതിൽ നിന്ന് നമ്മൾ അച്ചീവ് ചെയ്തെടുക്കുന്ന സ്കിൽസ് എന്തൊക്കെയാണ്? അത് സമ്മറൈസിങ്, ക്വസ്റ്റ്യനിങ്, ക്ലാരിഫയിങ് ആൻഡ് പ്രിഡിക്റ്റിംഗ്. അപ്പോൾ ആ ഒരു 4 ഓർത്തിരിക്കുക. വിച്ച് ആർ ദ കീ സ്കിൽസ് ഓഫ് റെസിപ്രോക്കൽ ടീച്ചിങ്. അത് സമ്മറൈസിങ്, ക്വസ്റ്റ്യനിങ്, ക്ലാരിഫയിങ്, പ്രിഡിക്റ്റിംഗ്. ഇനി അടുത്തത് നമ്മൾ ഫോണീമൊക്കെ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് എ മിനിമൽ യൂണിറ്റ് ഓഫ് റൈറ്റിംഗ് സിസ്റ്റം ഈസ് ഗ്രാഫിമേ. അപ്പോൾ എ മിനിമൽ യൂണിറ്റ് ഓഫ് റൈറ്റിംഗ് സിസ്റ്റമാണ് ഗ്രാഫിമേ എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക. ദെൻ വാട്ട് ഈസ് സ്കിമ്മിങ് ഇൻ റീഡിംഗ്. എന്താണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്? അത് നമുക്ക് എല്ലാം മോഡൽ ക്വസ്റ്റ്യൻസിലും PYQലും ഒക്കെ കാണാറുള്ളതാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. ഗോയിങ് ത്രൂ ദ ടെക്സ്റ്റ് ക്വിക്ക്ലി ടു ഗെറ്റ് ആൻ ഓവറോൾ ഐഡിയ. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വായിക്കും, നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്വിക്കായിട്ടൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ നമ്മൾ ഒന്ന് ഓടിച്ച് വായിക്കുമല്ലോ, അതുപോലെ എക്സാമിന് കയറുന്നതിന് മുമ്പ് നമ്മളെല്ലാം ഒന്ന് ഓടിച്ച് വായിക്കുമല്ലോ. അങ്ങനെ ഓടിച്ച് വായിക്കുന്നതിനെയാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. ഗോയിങ് ത്രൂ ദ ടെക്സ്റ്റ് ക്വിക്ക്ലി ടു ഗെറ്റ് ആൻ ഓവറോൾ ഐഡിയ. മൊത്തത്തിലുള്ള ഒരു ധാരണ കിട്ടാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനൊന്നും സമയമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ഓടിച്ച് വായിച്ച് എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്നൊരു ഐഡിയ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് സ്കിമ്മിങ് ഇൻ റീഡിംഗ്? ഗോയിങ് ത്രൂ ദ ടെക്സ്റ്റ് ക്വിക്ക്ലി ടു ഗെറ്റ് ആൻ ഓവറോൾ ഐഡിയ. അതുപോലെ ഓർത്തിരിക്കുക എ മിനിമൽ യൂണിറ്റ് ഓഫ് റൈറ്റിംഗ് സിസ്റ്റം ഈസ് ഗ്രാഫിമേ. നമുക്ക് അടുത്തയിലേക്ക് പോവാം. വാട്ട് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ റൈറ്റിംഗ് സ്കിൽ? റൈറ്റിംഗ് സ്കില്ലിലെ ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ പേര് കേൾക്കുമ്പോൾ എന്തെങ്കിലും വലിയ സംഭവമാണെന്ന് വിചാരിക്കും. ഒന്നുമില്ല. ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് പുട്ടിംഗ് വേർഡ്സ് ഓൺ പേപ്പർ ത്രൂ ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് മേക്കിംഗ് ദോസ് വേർഡ്സ് അണ്ടർസ്റ്റാൻഡബിൾ ത്രൂ ഗുഡ് സ്പെല്ലിംഗ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഐഡിയ, എന്തോ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു നോളജ്, ഒരു ഐഡിയ നമ്മളൊരു പേപ്പറിൽ നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതുന്നു. അപ്പോൾ നമ്മൾ ആ കൺവേ ചെയ്യുന്ന ഐഡിയ അത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് നല്ല ക്ലിയർ ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിങ്ങിലും തെറ്റാതുള്ള സ്പെല്ലിങ്ങിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് വായിക്കുന്ന ആളിന് ഏറ്റവും നന്നായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു നോട്ടോ അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് മറ്റൊരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ എഴുതി വയ്ക്കുന്നതിനാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് പുട്ടിംഗ് വേർഡ്സ് ഓൺ പേപ്പർ ത്രൂ ഹാൻഡ് റൈറ്റിംഗ്. ഹാൻഡ് റിട്ടൺ ആയിട്ട് നമ്മളത് എഴുതുന്നു. മേക്കിംഗ് ദോസ് വേർഡ്സ് അണ്ടർസ്റ്റാൻഡബിൾ ത്രൂ ഗുഡ് സ്പെല്ലിംഗ്. ഇപ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ്ങിലൂടെയും നല്ല ക്ലിയർ ആയിട്ട് ലെജിബിളായിട്ട് എഴുതുന്നതിലൂടെയും നമ്മുടെ ഒരു നോട്ട് വായിക്കുന്ന ആൾക്കത് മനസ്സിലാകും അല്ലേ. അപ്പോൾ ആ ഒരു പ്രോസസ്സ്, ആ ഒരു മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മളൊരു ഐഡിയ കൺവേ ചെയ്യുന്നതിനെയാണ് റൈറ്റിംഗ് സ്കില്ലിലെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞത്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്